ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ IT ഹബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഡിസ്ട്രിക്റ്റ് എന്ന പോർട്ടൽ വഴി കേരളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിനായി നമ്മൾ ഗൂഗിളിൽ ഡിസ്ട്രിക്റ്റ് കേരള എന്ന് സെർച്ച് ചെയ്താൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഡിസ്ട്രിക്റ്റിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ യൂസർ ID പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതില്ലെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, വീട്ട് നമ്പർ, പ്ലേസ്, ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിവ നൽകണം. പിന്നെ യൂസർ ID, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അഗ്രി ക്ലിക്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് ഇത് ഓൾറെഡി ഞാൻ സൈൻ ഇൻ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എൻ്റെ യൂസർ ID, പാസ്വേഡ് വരുന്നതാണ്. ഇത് സെക്യൂരിറ്റി കോഡ് അടിച്ച് സൈൻ ഇൻ ചെയ്യുക. ശേഷം നമ്മൾ ഓൾറെഡി ഏതെങ്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റാറ്റസും ഇവിടെ കാണിക്കും. അണ്ടർ പ്രോസസ് ആണെങ്കിൽ അണ്ടർ പ്രോസസ് കാണിക്കും, കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കും. കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വരുന്ന ഒരു യൂസറാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആപ്ലിക്കൻ്റ് ആഡ് ചെയ്യുക എന്ന് പറയുക. അതിന് ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു മെനു എടുക്കുക. മെനുവിൽ രണ്ടാമത്തെ സെക്ഷനിൽ ആദ്യത്തെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ അക്കൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമുക്ക് എത്ര ആളെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കൻ്റ് എന്നുള്ള രീതിയിൽ അയാളുടെ പേരിൽ അയാൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നെ ഇതിൽ അപേക്ഷിച്ച് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ വില്ലേജ് ഓഫീസർ അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പരിശോധിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യും. അങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റാറ്റസ് എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു നോട്ട് അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ നോട്ടിൽ കൂടുതലായി ഇന്ന ഡോക്യുമെൻറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സംശയങ്ങളുണ്ട് എന്നുള്ളത് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. അത് എന്താണെന്ന് നോക്കിയിട്ട് അത് വീണ്ടും ആഡ് ചെയ്യുക, അറ്റാച്ച് ചെയ്യുകയോ, ഡോക്യുമെൻ്റാണ് ആവശ്യമെങ്കിൽ അറ്റാച്ച് ചെയ്യുകയോ, ഇൻഫർമേഷൻ ആണെങ്കിൽ അപേക്ഷ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ നിങ്ങൾക്ക് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വില്ലേജ് ഓഫീസറെ ഫോണിൽ ബന്ധപ്പെടുകയോ നേരിട്ട് പോയിട്ട് കാണുകയോ ചെയ്ത് ആ പ്രശ്നം ക്ലിയർ ചെയ്തേണ്ടി വരും. അതിനുശേഷം അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഒരു ആപ്ലിക്കൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാണ് വരുന്നത്. ഈ ഫോമിൽ നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ ഒരു 20 KB താഴെയുള്ള ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ. അത് ആദ്യം തന്നെ നമ്മളൊരു 20 KB ഒരു ഫോട്ടോ റെഡിയാക്കി വെക്കണം കമ്പ്യൂട്ടറിൽ. അതിപ്പോൾ നിങ്ങളടുത്തുള്ള ഒരു പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോ 20 KB കൂടുതലുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൻ്റെ മെമ്മറി ലോ ആക്കി റെസൊല്യൂഷൻ കുറച്ച് മെമ്മറിയെ 20 KB അതിൽ താഴെയോ ആക്കി മാറ്റി സൂക്ഷിക്കേണ്ടതാണ്.
അതിനുശേഷം അഡ്രസ്സ്, നിങ്ങളെ ഫുൾ അഡ്രസ്സ്, ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ലോക്കൽ, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ് എന്നിങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഒരഡ്രസ്സിൽ ആണ് ഉള്ളതെങ്കിൽ, പെർമനൻ്റ് അഡ്രസ്സാണ് ഉള്ളത് എങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ ഈ രണ്ടാമത്തെ പെർമനൻ്റ് അഡ്രസ്സ് എന്ന കോളത്തിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഫാദറിൻ്റെ പേര്, റിലീജിയൻ, കാറ്റഗറി. റിലീജിയൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി ഇവിടെ വരും. ആ കാറ്റഗറി സെലക്ട് ചെയ്യണം. കാറ്റഗറി സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൽ തന്നെയുള്ള സബ് കാറ്റഗറീസ് വരുന്നതായിരിക്കും. എന്നുവെച്ചാൽ SC ഉണ്ട്, ST, OBC, ഇതിലേതാണെന്നും കൂടെ സെലക്ട് ചെയ്യേണ്ടി വരും. ഇസ്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ OBC വരും. ഇസ്ലാമിൽ തന്നെ മൈനോറിറ്റി ഇതിൽ 4 വിഭാഗമുണ്ട്, 5 വിഭാഗമുണ്ട്. ഇതിലേതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിൽ തന്നെ ഈ നമ്മൾ സാധാരണ മുസ്ലിം ആണെങ്കിൽ OBC സെലക്ട് ചെയ്യും. OBC സെലക്ട് ചെയ്താൽ ഇവിടെ തന്നെ 2 എണ്ണം വരും. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ മുസ്ലിം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ മദർ നെയിം, റിലീജിയൻ, മദറിൻ്റെ റിലീജിയൻ, അതിൻ്റെ കാറ്റഗറി, കാസ്റ്റ് നമ്മൾ മുകളിൽ സെലക്ട് ചെയ്ത സെയിം എല്ലാം ഇവിടെ മദറിൻ്റെയും ഡീറ്റെയിൽസിൽ സെലക്ട് ചെയ്യണം. പിന്നെ മെറിറ്റൽ സ്റ്റാറ്റസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മാരീഡ് ആണെങ്കിൽ മാരീഡ് സെലക്ട് ചെയ്യണം. മാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പോസിൻ്റെ നെയിം അടിക്കാനുള്ള ഓപ്ഷൻ വരും. സ്പോസിൻ്റെ നെയിം, ഗാർഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ഗാർഡിയനായിട്ടും നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഈ റിസൈഡിങ് ഇൻ ദ അറ്റ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളതാണ്. അത് വാടക വീടായാലും അല്ല സ്വന്തം വീടായാലും അവസാനം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എത്ര വർഷമായി ഈ വീട്ടിൽ കൂടിയിട്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇയർസാണ് ഇവിടെ കൊടുക്കേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസാണ് അടുത്ത. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ. ഫോൺ നമ്പർ എന്നാൽ ലാൻഡ് ഫോണാണ്, അതില്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമെയിൽ ID, റേഷൻ കാർഡ് നമ്പർ. ഇതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ 20 KB താഴെയുള്ള ഒരു ഫോട്ടോ, ഇതൊക്കെ ആദ്യം തന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്കിത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ, ഇലക്ഷൻ ID ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ. ഇതൊന്നും ഇല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ മാത്രം കൊടുത്താലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട്, SSLC രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇയറും കൂടി ഇവിടെ കൊടുക്കണം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ അന്നേരം കാണിക്കും. അതുകൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപേക്ഷ അന്നേരം തന്നെ രജിസ്റ്റർ ആവുന്നതാണ് ഈ ആപ്ലിക്കൻ്റ്. അങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അപേക്ഷ നൽകുന്നതിന് വേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ടാബിൽ മുകളിലത്തെ മെയിൻ മെനുവിൽ 3-ാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുള്ള സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന് പറയുന്ന മെനു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പലവിധം സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് ആ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തെറ്റായി രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവൈലബിളാണ്. അതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇവിടെ പോയി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഈ ഓപ്ഷനിൽ നമ്മൾ ഓൾറെഡി ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ ഈ ഹൈലൈറ്റ് ആകുന്ന സ്ഥലം മൈ ആപ്ലിക്കേഷൻ, ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഓൾറെഡി എന്തെങ്കിലും നോട്ട് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ
സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് റീസബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അർത്ഥം ഇതിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്, ഇതിൽ ഡോക്യുമെൻറ്റ്സ് ഷോർട്ടേജ് ആണ്, അപ്പോൾ അത് വീണ്ടും ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനു മുമ്പ് നമ്മൾ ഇത് നോക്കേണ്ടത് എന്താണ് വില്ലേജ് ഓഫീസർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കാൻ ഈ വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഷോ കമൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ വില്ലേജ് ഓഫീസറുടെ കമൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഇവിടെ അറ്റാച്ച് ഫയൽ ചെയ്യുകയാണെങ്കിൽ അറ്റാച്ച് ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. ജനറൽ ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം റീസബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും സർട്ടിഫിക്കറ്റ് സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും അപേക്ഷ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ആപ്ലിക്കേഷൻ റിട്ടേൺഡ് ഫോർ റീസബ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാലും ആ അപേക്ഷ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഇതിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതി എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക്, എന്തെങ്കിലും ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് ആവശ്യമായി വന്നാൽ നമുക്ക് ഈ ഓൺലൈനിൽ പോയി ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, 2 ജാതിയിൽപ്പെട്ട ഒരു കല്യാണം കഴിക്കുകയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ശരിയായ നമ്മൾ ആ വില്ലേജിൽ തന്നെയാണ് താമസിക്കുക എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ നമ്മുടെ പേര് മാറ്റുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ പേര് ആദ്യം ഉണ്ടായിരുന്ന പേരല്ല, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, നമുക്ക് ആ പേര് നമ്മളിപ്പോൾ ആധാറിൽ വോട്ടർ കാർഡിലൊക്കെ 2 പേരായിപ്പോയി, അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഒരു പേരാക്കി മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് ആദ്യം നമ്മൾ പേര് മാറ്റിയതിന് ശേഷം മാറ്റുന്നതിന് വേറെ പ്രൊസീജിയറാണ്. അങ്ങനെ മാറ്റിയതിന് ശേഷം ഈ 2 പേരിലുള്ള ആളും ഒരാൾ ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റാണ് പിന്നെ ലാൻഡ് സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല സർട്ടിഫിക്കറ്റുകളും നമുക്കിവിടുന്ന് അപേക്ഷിക്കാവുന്നതാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഡിപ്പെൻഡൻസി, ഫാമിലി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടെന്ന് അവരുടെ മുഴുവൻ ലിസ്റ്റും അവരുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മളൊരു ഫാമിലിയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത് പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തുമായിട്ട് ആവശ്യമായി വരുന്നതാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ്, വീഡോവർ സർട്ടിഫിക്കറ്റ്. വീഡോവർ എന്ന് ഉദ്ദേശിക്കുന്നത് വിധവ അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 2 ഒറ്റ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഉള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. പിന്നെ അത് ഈ അവസാനം കാണുന്ന സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ ഇത് മുമ്പ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഉണ്ടായിരുന്നത്. അത് പേര് ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ചെറിയൊരു സംശയം ആളുകൾക്ക് ഉണ്ടാവാം. മുമ്പ് ഇത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു, അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറി, അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന അപ്ലിക്കൻറ്റിൻ്റെ പേര് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക.
ഓൾറെഡി എത്ര ആപ്ലിക്കൻറ്റിനെ വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാം. അതിപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ നമുക്ക് മാത്രമേ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റൂ എന്നില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ആർക്കും ഇതിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് തന്നെ ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് നൽകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇപ്പോൾ എൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് പർപ്പസാണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് പർപ്പസ്. സ്റ്റേറ്റ് പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് സ്റ്റേറ്റ് പർപ്പസ് എന്നറിയും. ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നാഷണലായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസാണ് ഇതിൽ നൽകേണ്ടത്. ആപ്ലിക്കൻ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, അതുമാതിരി നമ്മുടെ ഫാദറിൻ്റെതും അതേപോലെ തന്നെ, പിന്നെ മദറിൻ്റെതും അതുപോലെ തന്നെ കൊടുക്കണം. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് കൊടുത്ത് ഡോക്യുമെൻ്റ് അറ്റാച്ചുകൾ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം. 15 രൂപയാണ് പേയ്മെൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞ് സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ച പോലെ 2-3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് സ്റ്റാറ്റസിൻ്റെ അതേ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിനെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.